എന്താ ഇവിടെ ഒരു പ്രശ്നം? അമ്മ തന്നെയാ ഇതിന് മറുപടി പറയേണ്ടത്. സ്ഥാനം കൊടുത്തിരുത്തിയിരിക്കുന്നത് അമ്മയാണല്ലോ. ഇവൾ എന്താ ചെയ്തെന്നറിയോ? ഈ ബോട്ടില് ബാൽക്കണിയിൽ നിന്നും ദേവരഞ്ജിനിയുടെ തലയിലേക്ക് ഇട്ടിരിക്കുന്നു. അറിയാതെ വീണു പോയതാ മുത്തശ്ശി. എന്നാ പിന്നെ എന്തിനാ ഇവൾ അവിടെ വന്ന് നിന്നതെന്ന് ചോദിക്കാം. ഞങ്ങൾ ഇവിടുന്ന് മാറി നിന്ന നിമിഷം മുതല് ഞങ്ങളുടെ പുറകെ ഉണ്ട്. അല്ല മുത്തശ്ശി, മുത്തശ്ശന്റെ മരുന്ന് കൊടുക്കാൻ പോയതാ ഞാൻ. തിരിച്ചു വന്നപ്പോ ഇവരൊക്കെ ഇവിടെ നിൽക്കുന്നത് കണ്ടു. നോക്കി, അത് സത്യ. എന്റെ തെറ്റാ. കാല് പിടിച്ച് ഞാൻ വേണമെങ്കിൽ മാപ്പ് ചോദിക്കാം. ദേവരഞ്ജിനി, അവൾ എന്തായാലും കരുതി കൂട്ടി അങ്ങനെ ചെയ്യില്ല. അമ്മ ന്യായീകരിക്കുന്ന ഉറപ്പുള്ളതുകൊണ്ടാ മതി. ഒരു കാരണം കിട്ടിയാൽ അതിൽ പിടിച്ചങ്ങ് കയറല്ലേ. നിങ്ങളെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. മോളെ ദേവരഞ്ജിനി, കബനിയുടെ കയ്യിൽ നിന്ന് വന്ന തെറ്റിന് ഞാൻ മാപ്പി ചോദിക്കാം. അയ്യോ, അതൊന്നും വേണ്ട. കുട്ടികളോട് നമ്മളല്ലേ ക്ഷമിക്കേണ്ടത്. വാ. ദൈവം ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രാർത്ഥനയും കേൾക്കും. അല്ലെങ്കിൽ എങ്ങനെ കൃത്യസമയത്ത് തന്നെ അവൾക്ക് അവിടെ വരാൻ തോന്നിയത്? നന്നായി. ഇതിലും നന്നായി ദേവരഞ്ജിനിയുടെ മനസ്സിൽ അവളുടെ ചിത്രം വരച്ചിടാനാവില്ല. എനിക്കെന്തായാലും ഈ പിറന്നാളും മധുരമുള്ളതായി. For me too, അമ്മമ്മ. അവൾക്ക് ആന്റിയുടെ ട്രീറ്റ്മെന്റ് ശരിയാകും. അതെ. എല്ലാം വിളമ്പിയല്ലോ. ഇരിക്ക് ദേവരഞ്ജിനി. അയ്യോ മക്കളെ, ഞാൻ കൂടി വിളമ്പാം. അല്ലാതെ എന്തോ പോലെ. ഏയ്, മുത്തശ്ശി അവിടെ ഇരുന്നോ? ഇതൊക്കെ ഞങ്ങള് കുട്ടികളല്ലേ ചെയ്യേണ്ടത്. That's correct. രംഭ, മോള് കൂടെ അവരുടെ കൂടെ കൂട്. അതൊരു രസമല്ലേ? എനിക്ക് വിശക്കുന്നു ഡാഡി. അല്ല, ഉർവശി ഇരിക്കുന്നില്ലേ? രംഭമോൾ ഇവരുടെ കൂടെ കഴിച്ചോളും. വേണ്ട, ഞാൻ പിന്നെ ഇരുന്നോളാം. രംഭ ഇരിക്കെ, മോൾ ഇരിക്കെ, ഞാനും കൂടെ വിളമ്പാ. ഒരാളും വേണ്ട, ഞാനും പത്മിനിയും തന്നെ ധാരാളം. കബനി മോൾ ഒരിക്കൽ പറഞ്ഞാ പിന്നെ ആരും നിർബന്ധിച്ചിട്ട് കാര്യമില്ല. ഒരിക്കൽ പറഞ്ഞാ പിന്നെ അച്ചട്ട. അയ്യോ, അങ്ങനെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ മക്കളെ. ഒരു മേൽനോട്ടത്തിന് ഞാനും കൂടി നിൽക്കാം. ഇങ്ങിതാ താ. മോളെ, എനിക്ക് ഇത്തിരി. കേട്ടോ ദേവരഞ്ജിനി, നമ്മുടെ പെൺകുട്ടികളെ പോലെ അല്ല നാട്ടുമ്പുറത്തെ അമ്മമാര് നിർബന്ധപൂർവം മക്കളെ പാചകം പഠിപ്പിച്ചിരിക്കും. ഉദാഹരണമല്ലേ കബനി. എന്താ കൈപുണ്യാന്ന് കരുതിയ? സിറ്റിയിലെ ചില ആളുകൾക്ക് ഒരു ശീലമുണ്ട്. നന്മയുടെ മൊത്ത കച്ചവടക്കാര് നാട്ടുംപുറത്തുകാരാണെന്ന് പറയുക. സ്വന്തം മോള് പാചകം ചെയ്യുവെന്നോ കൈപുണ്യം ഉണ്ടോ എന്നോ സൂര്യ ഇതുവരെ അന്വേഷിച്ചിട്ടുണ്ടോ? ആര്? രംഭയോ? സ്വന്തം മോള് പാചകം ചെയ്യുവെന്നോ കൈപുണ്യം ഉണ്ടോ എന്നോ സൂര്യ ഇതുവരെ അന്വേഷിച്ചിട്ടുണ്ടോ? ആര്? രംഭയോ? ഇവൾക്ക് എന്താ കുഴപ്പം? ഇവൾക്ക് എല്ലാം ഉണ്ടാക്കാൻ അറിയാം. ശരിയാ, നന്നായിട്ടുണ്ടാക്കും. കോളേജിൽ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടാക്കുന്നത്. ഹേയ്, തമാശല്ലേ മോളെ? രംഭ, പത്മിനിയുടെ അടുത്ത് കൗണ്ടർ അടിച്ച് ജയിക്കാൻ പറ്റില്ല. സോ അതിന് ശ്രമിക്കണ്ട.
നിന്റെ അച്ഛനെന്താ ജോലി? എന്താ ജോലിയെന്ന്? എനിക്ക് അച്ഛനില്ല. ഉണ്ടായിരുന്നപ്പോ എന്ത് ജോലിയാ ചെയ്തിരുന്നെ? അവളുടെ അച്ഛനെ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലേ? ദേവരഞ്ജിനി, അതൊരു ട്രാജിക് സ്റ്റോറിയാ, അത് വിട്ടേക്ക്. ഓക്കെ, ഞാൻ ജസ്റ്റ് ചോദിച്ചേ ഉള്ളൂ. അടുത്തിടപഴകുന്നവരെ കുറിച്ച് അത്യാവശ്യം ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണല്ലോ. അമ്മ എന്താ ചെയ്യുന്നേ? അമ്മ ഒരു നെയ്ത്ത് കമ്പനിയിൽ ജോലിക്ക് പോവാ. പാവങ്ങളാ, അത് മറക്കാതിരുന്നാ നല്ലത്. ഇവരുടെ നാട്ടിലൊന്നും കോളേജ് ഇല്ലേ? അത് ഇവരുടെ സ്പോർട്സിന് പ്രാധാന്യമുള്ളതുകൊണ്ട് രണ്ടുപേരും കബഡി ചാമ്പ്യൻസാ. കബഡി എന്ന് പറഞ്ഞാൽ ഒരു കാലുവാരുന്ന കളിയാ അല്ലേ ദേവരഞ്ജിനി? നിലത്ത് കാലുറപ്പിച്ച് നിൽക്കുന്നവന്റെ നില തെറ്റിച്ച് നിലത്തടിക്കുന്ന കളിയാ. അത് കളിക്കാൻ അറിയുന്നവർക്ക് ആരെയും വീഴ്ത്താം. അത് ശരിയാ. ഞങ്ങളെക്കാളും നന്നായിട്ട് കബഡി കളിക്കുന്ന പറയുന്ന ഒരാളെ തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട്. കാല് വരുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് ചോദിച്ചാ മതി. ഇതാ പറയുന്നത് വടി കൊടുത്ത് അടി വാങ്ങുക എന്ന്. പത്മിനി, നീ ഒന്ന് മിണ്ടാതിരുന്നേ. സമാധാനം ഇട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് പകരം തർക്കം. നടന്നോട്ടെ മോളെ, ഏതായാലും പാട്ടോ ഡാൻസോ കലാപരിപാടികളോ ഇല്ല. എന്തെങ്കിലും ഒരു എൻജോയ്മെന്റ് ഒക്കെ വേണ്ടേ? വേണ്ട സർ. ഒന്നിച്ചിരിക്കുമ്പോ ഒരു കുഴപ്പം ആർക്കും തോക്കാൻ പറ്റില്ലെന്നുള്ളതാ. അപ്പൊ പിന്നെ ജയിക്കാൻ വേണ്ടി ശബ്ദം ഉയർത്തും. അതാ പിന്നെ വലിയ പ്രശ്നങ്ങളാവുന്നത്. കണ്ടോ, ഈ പക്വതയാ ഇവളെ വ്യത്യസ്തയാക്കുന്നത്. മനസ്സിൽ വ്യക്തമായ ഉദ്ദേശമുള്ളവർ പക്വതയും പാകതയൊക്കെ അഭിനയിക്കും. എന്റെ പത്മിനി, നിനക്കേ നിന്റെ നാവൊന്ന് അടക്കി വെച്ചൂടെ? സാറിന്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞാ നിനക്ക് ക്ഷമിച്ചാൽ എന്താ? ആരായാലും ഒരു പരിധിയൊക്കെ ഇല്ലേ? അത് കഴിഞ്ഞാ പ്രതികരിച്ചു പോവും. എടി, എന്നെ നിന്നൊക്കെ പറഞ്ഞോട്ടെ. നമ്മുടെ അമ്മമാരും നാട്ടുകാരൊക്കെ പറഞ്ഞാലോ? എന്തായാലും ഇനി അവരുടെ മുമ്പിലേക്ക് നീ ചെല്ലണ്ട. എനിക്ക് പേടിയാ നിന്നെ. ഓ, വേണ്ടെങ്കി വേണ്ട. ഇനി മുതലേ ഇവിടെ എന്തെങ്കിലും ചടങ്ങിന് എന്നെ വിളിച്ചാ ഞാൻ വരില്ല. എനിക്കങ്ങനെ ഊമയായിട്ട് അഭിനയിക്കണമെന്നും പറ്റില്ല. എടി, എനിക്ക് വിശന്നിട്ട് വയ്യ. അവരൊക്കെ ഒന്ന് കഴിച്ചു കഴിഞ്ഞോട്ടെ. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. ഇതിപ്പോ പട്ടിണി കിടക്കണം. ഞാൻ രത്ത് തിന്നാൻ പോവാ. ഹലോ. അല്ല, സാർ കഴിച്ചു കഴിഞ്ഞോ? ഓ, ഞാനങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. നിങ്ങളെന്താ കഴിക്കാത്തത്? ഞങ്ങള് കഴിക്കും, കുറച്ച് കഴിയട്ടെ എന്ന് കരുതി. അല്ല, സാർ അങ്ങോട്ട് ചെല്ല, മമ്മി തിരക്കുന്നുണ്ടാവും. എടോ, താനങ്ങനെ എന്നെ മമ്മിക്കുട്ടിയാക്കല്ലേ. ഞാനങ്ങനെ മമ്മിയുടെ സാരത്തുമ്പം തൂങ്ങി നടക്കാറില്ല. അത് കറക്റ്റാ. സാർ അങ്ങോട്ടിരുന്നേ. ഇവൾക്ക് പേടിയാ സാറേ. സാറിനോട് സംസാരിക്കാൻ തന്നെ ഞാനാ ഉന്തിത്തള്ളി വിടാറ്. പോരാത്തതിന് രംഭയുടെ ഭീഷണി ഉണ്ടായിരുന്നു. എന്ത് ഭീഷണി? സാറും അമ്മയും പോകുന്നത് വരെ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന്. അപ്പൊ തന്നെ ഞാൻ ഉറപ്പിച്ചു നിങ്ങൾ തമ്മിൽ സംസാരിപ്പിക്കണെന്ന്. അവള് കണ്ടോ നിങ്ങളെ? പിന്നെ ഉടക്കുകയും ചെയ്തു. ഈശ്വരാ, ഇപ്പോഴാണ് നെഞ്ചിലെ കല്ലൊന്നിറങ്ങിയത്. എന്താന്നറിയില്ല, അവൾക്ക് അവളുടെ തൊള്ളയ്ക്കൊക്കെ ചെറിയൊരു പണി കൊടുക്കുമ്പോ തന്നെ എന്തോ ഒരു മനസ്സുക്കെന്നറിയോ? പിന്നെ എന്നാ പിന്നെ നിങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കും. ഞാൻ പോയി അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് വരാം. നിക്ക് നിക്ക്, നീ ഇപ്പൊ പോണ്ട. എടി, സാറ് നിന്നെ പിടിച്ച വിഴുങ്ങൊന്നുമില്ല അല്ലേ സാറേ? എന്നാലും നീ പോണ്ട. നീ തിരിച്ചു വരുന്നത് മിക്കവാറും ആ രംഭയെ കൂട്ടിയായിരിക്കും. അതെനിക്കറിയാം. അയ്യോ സത്യം, ഞാൻ അതെന്നെ വിചാരിച്ച. അല്ലെങ്കിൽ വേണ്ട, അവള് തന്നെ ഇപ്പൊ മണം പിടിച്ചിവിടെ എത്തിക്കോളും. സാറേ, അവള് വന്നാ വെറുതെ നമ്മളെ കണ്ടാ പോരാ, നമ്മളിവിടെ നാടി പാടുന്നത് തന്നെ കാണണം. ഒന്ന് കട്ടക്ക് പിടിച്ചോണേ. വേണ്ടടി. ഞാനുണ്ട് പത്മിനി, പൊളിച്ചുതരാം.
ഷുവർ. ഒളിഞ്ഞു നോട്ടമായിട്ട് രംഭ വന്ന അവളുടെ മനസ്സ് നിറച്ച് നമ്മൾ വിടും. പോരെ? ഈശ്വര, അവള് വരാതിരിക്കല്ലേ. രംഭ, ഋഷി എവിടെ? ആന്റി, അത് നേരത്തെ കഴിച്ചെഴുന്നേറ്റിട്ട് അവൻ എവിടെയാ പോയത്? ഋഷി അടുക്കളയിലുണ്ട്, കബനിയുടെ അടുത്ത്. ആന്റി പോയിക്കോ, ഋഷിയോട് വരാൻ ഞാൻ പറഞ്ഞോളാം. വേണ്ട. നോ ആന്റി, അവിടെ നടക്കുന്നതൊക്കെ ചിലപ്പോ ആന്റിക്ക് ഇഷ്ടമുള്ളതാവില്ല. നീ ചെന്ന് വിളിക്ക്, ഞാൻ വരാം. സാറും കഴിക്കും സാർ. കഴിച്ചോ? ഞാൻ കഴിച്ചല്ലേ. കഴിക്കും സാർ. ഞാൻ എടുത്ത് തരാം. ദാ, നല്ല ടേസ്റ്റ് ഉണ്ടാവല്ലേ? സാർ വേണോ? ഏയ് വേണ്ട. ഋഷി, എനിക്ക് പോണം. വാ. ചെല്ല ഋഷി, ആന്റിക്ക് വിഷമാവണ്ട. ഗുഡ്. ആന്റിയെ കൂട്ടിക്കൊണ്ട് വരുമ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നല്ല പെർഫോമൻസ്. ഋഷിയുടെ മമ്മിയുടെ മനസ്സിൽ നീ കൃത്യമായിട്ട് പതിഞ്ഞിട്ടുണ്ടാവും. താങ്ക്സ്. ഇന്നത്തോടെ നീ തീർന്നു. കബനി, സമാധാനായല്ലോ നിനക്ക്? രംഭയുടെ മനസ്സില് തീ കോരിയിടാനായിരുന്നല്ലോ വെപ്രാളം. ഇപ്പോഴോ? സോറി ഡി. സാറിന്റെ അവസ്ഥ എന്തായിരിക്കും അറിയോ? ഈശ്വര. കബനി, സോറി ഡി. സോറി? ഇനി സോറി പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ചായ. മമ്മി എപ്പോ വരുന്നാ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാവും. എന്തായാലും ഊണ് കഴിഞ്ഞ് ഇറങ്ങില്ലേ. വരുണിന് നാളെ കുറച്ച് സമയം ഫ്രീ ആവാൻ പറ്റുമോ? എന്താ? മോൾക്കൊരു ഡ്രോയിങ് കോമ്പറ്റീഷൻ സെനറ്റ് ഹാളിലാ. താൻ കൊണ്ടുപോയാ മതി. വരണം കൂടി വേണോന്ന് മോള്. സഞ്ജന, നമ്മുടെ മോള് ചെറുതാ. അവളെ താൻ കൊണ്ടുപോയാ അവൾ ഓക്കെ ആയിരിക്കും. അതല്ല, ഡാഡി കൂടി ഉണ്ടെങ്കിലേ എന്ന് താൻ ചോദിച്ചാൽ അവളത് ആഗ്രഹിക്കും. മിസ്റ്റർ വരുൺ, can I ask something? എന്താടി? മനുഷ്യനെ അധ്വാനിക്കുന്നതിന്റെയും കാശുണ്ടാക്കുന്നതിന്റെ ലക്ഷ്യം എന്തുവാ? എന്താ കാര്യം? ഒന്ന് പറ. അത് നല്ലൊരു ജീവിതം ഉണ്ടാവാൻ. നല്ല ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? 24 മണിക്കൂറും ബിസിനസ്സോ? അതോ റെസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ ഓടുന്നതോ? എന്താ നിനക്ക്? ഇതേ ഞാൻ സ്ഥിരം കേൾക്കുന്നത് എടുത്തി. എന്തെങ്കിലും പറഞ്ഞാ തിരക്ക്, മോളുടെ കാര്യം പറഞ്ഞാലും തിരക്ക്. അച്ഛന്റെ കൂടെ പോവാൻ ഏത് കുട്ടികൾക്ക് ആഗ്രഹം ഉണ്ടാവും. അതിന് ഏടത്തി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ എന്നെ വിമർശിക്കാൻ വന്നതാണോ? അതെ, മമ്മി ഇല്ലാതെ വല്ലപ്പോഴും അല്ലേ ഇങ്ങനെ തനിച്ചു കിട്ടൂ. ബിസിനസ് ഉണ്ടായിക്കോട്ടെ, പക്ഷേ ഇവർക്കും കൂടി കുറച്ച് സമയം കൊടുക്ക്. എല്ലാം നിന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുകയാണല്ലേ. ആ ധാരണയാണ് ആദ്യം മാറ്റേണ്ടത്. എന്തിനാ ഏട്ടത്തി പറയുന്നത്? ഞാൻ നിത്യം കാണുന്നതല്ലേ. ഏടത്തി ആയതുകൊണ്ട് കൊള്ളാം. അല്ലാതെ മമ്മിയെ പോലെ ഒരു കടുംപിടുത്തക്കാരി മരുമകളായിരുന്നു വന്നിരുന്നെങ്കിൽ ഇവിടെ മിക്കവാറും വേൾഡ് വാർ നടന്നേനെ.
മതിയടി, പോവാൻ നോക്ക്. പറഞ്ഞാ പിടിക്കില്ല. എങ്ങനെയുണ്ടായിരുന്നു മമ്മി ബർത്ത്ഡേ? എന്താ മമ്മി ഒന്നും പറയാത്തത്? നീ എപ്പോ വന്നു? കുറച്ചു നേരമായി. നാശം, ഞാൻ പോവില്ലായിരുന്നു. എന്തു പറ്റി? കൾച്ചർലെസ്. ഒരു വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? വരുന്നവരുടെ യോഗ്യത. പ്രത്യേകിച്ച് ആരെയും ക്ഷണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെന്നപ്പോ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് വെറും തെരുവിൽ നിന്നുള്ളവർ. മമ്മി, ഷടാ, എന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കരുത് നീ ഇനി. മമ്മി, കാര്യം എന്താ? ഇവന്റെ ആ കോളേജിലെ പെണ്ണുണ്ടല്ലോ, കബനി, അവളാ അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പോലും അറിയാത്തവള്. അല്ലെങ്കിലും അവൾ അവിടെ അങ്ങനെ കേറി ഇറങ്ങുന്നത് എന്തിനാ? മേനകയ്ക്കോ അവളുടെ മമ്മിക്കോ ഇഷ്ടമല്ല, രംഭയ്ക്ക് ഇഷ്ടമല്ല. നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പിന്നെ പോകൂ? ആ, കണ്ണീരിന്റെ പിൻബലം ഉണ്ടല്ലോ. മമ്മി, കബനിയെയും അവിടെ ഉള്ളവർ ക്ഷണിച്ചിട്ട് തന്നെയാ. നാണമില്ലേടാ നിനക്ക്? വരുൺ, നിന്റെ അനുജൻ എന്താ ചെയ്തെന്നറിയോ? അവൾക്കും അവളുടെ കൂട്ടുകാരിക്കൊപ്പം ഡാൻസ് ചെയ്യാ അടുക്കളയില്. ഋഷി, ഞാൻ കാര്യമായിട്ട് പറയാ, ഇനി ഒരിക്കൽ നിന്നോടൊപ്പം ആ വേസ്റ്റുകളെ കണ്ട ഞാൻ സഹിച്ചെന്ന് വരില്ല. അത് കൊട്ടാരമുറ്റത്തായാലും ക്യാമ്പസിലായാലും എവിടെയായാലും. പിറന്ന വീട്, കൂടെ ജനിച്ചവര്, തറവാടിന്റെ ഗുണം, പൊസിഷൻ, അതൊന്നും നോക്കാതെ എന്ത് ചെയ്താലും സാധാരണക്കാരന്റെ മനസ്സാണെന്ന് പറയാനൊക്കെ ആളുകൾ കാണും. പക്ഷേ അത് അന്തസ്സല്ല, അന്തസ്സില്ലായ്മ തന്നെയാ. കേട്ടല്ലോ നീ? ഇനി അവളെ എനിക്ക് കാണേണ്ടി വരരുത് ഒരിക്കലും. എന്താടാ ഇതൊക്കെ? എവിടെ പോയാലും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാണല്ലോ. സാധാരണക്കാരന്റെ മനസ്സുണ്ടാവുന്നത് നമ്മുടെ കുടുംബത്തെ അന്തസ്സില്ലായ്മയാണ്. പക്ഷെ എനിക്ക് മറിച്ച, മമ്മിക്ക് മനസ്സിലാവാത്തൊന്നും ഏട്ടന് മനസ്സിലാവില്ല. എന്തായാലും മമ്മിയുടെ ഒരു ദിവസം സ്പോയിൽ ചെയ്തു. ദയവ് ചെയ്ത് നീ ഒരു കാര്യം ചെയ്യണം. അറ്റ്ലീസ്റ്റ് മമ്മിക്ക് ഇഷ്ടമില്ലാത്തവരെ മുമ്പിലേക്ക് എത്തിക്കാതിരിക്കാനെങ്കിലും ശ്രമിക്കുക. എന്താടാ? മൊത്തം കുഴപ്പമായിരുന്നു. അതിന്റെ കൂടെ കബനിയുടെ കയ്യിൽ നിന്ന് മമ്മിയുടെ തലയിൽ ഒരു വാട്ടർ ബോട്ടിൽ വീണു. എന്റെ ഈശ്വര, എന്നിട്ട് ആ നിമിഷം തുടങ്ങിയ ഇറിറ്റേഷന്. അടുക്കളയിൽ എന്തായിരുന്നു? അത് ആ രംഭ പർപ്പസിലി കൊണ്ടുവന്ന് കാണിച്ചതാ. എന്ന് പറഞ്ഞ മൊത്തം ചളവായി. അല്ല, എന്നിട്ട് കബനി? ഭാഗ്യത്തിന് മമ്മി അവിടെ വെച്ചൊന്നും പൊട്ടിത്തെറിച്ചില്ല. കുറച്ച് കഴിയട്ടെ, ഹോസ്റ്റലിലേക്ക് കബനി ഒന്ന് വിളിച്ചു നോക്കാം. സഞ്ജന, ഷോ, നിസാര പ്രോബ്ലം അല്ലല്ലോ ഏട്ടാ. എന്തെങ്കിലും ചെയ്യാം. ആ സൂര്യ, ദേ ഇവരിറങ്ങുകയാണെന്ന്. ഞാൻ കൊണ്ടുവിടാമേ? ആ വേണ്ട സർ, ഞങ്ങൾക്ക് വഴിയിലൊരു വീട്ടിൽ കയറാനുണ്ട്. ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടിയാ, അവൾക്ക് തീരെ സുഖമില്ല. ഓ, അല്ല കബനി, ഇതെന്തു പറ്റി കബനിക്ക്? എന്താ സർ? ഇന്ന് വന്നു കയറിയ ആളെയല്ല,
എന്താ ഒരു ടെൻഷൻ? അത് ദേവരഞ്ജിനിയുടെ കാര്യം തന്നെ. ഇവള് വലിയ കുഴപ്പക്കാരിയാണെന്ന് ഉർവശിയും മേനകയും കൂടെ പറഞ്ഞ് പെരുപ്പിച്ചു കൊടുത്തിരിക്കുകയല്ലേ. അതിൻ്റെ ഇടയിൽ കൂടെ കൃത്യമായിട്ടൊരു ബോട്ടിൽ മുകളിൽ നിന്ന് അവിടെ തലയെ വന്ന് വീഴുകയും ചെയ്തു. അതുപോലെ അതല്ല, ഞാൻ കാരണം സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നോ? സാറിന് വന്നാ സാറ് സഹിച്ചോളും. അതെ, കുറെ നേരായി ഇതും പറഞ്ഞ് കരയാൻ തുടങ്ങിയിട്ട്. അതങ്ങ് വിട്ടുകള മോളെ. എന്തായാലും ഒരു ബോട്ടിൽ വീണതിനൊന്നും പ്രതികാരത്തിന് ഇറങ്ങില്ല ദേവരഞ്ജിനി. ആ കബനി, ഞാൻ നാളെ രാവിലെ തന്നെ നിങ്ങളെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോവാ. ആരോടെങ്കിലും അന്വേഷണം പറയാനോ ആരെങ്കിലും കാണാനോ ഉണ്ടെങ്കിൽ പറയണം. ഉണ്ടോ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേ, രണ്ടാളും വീട് പറഞ്ഞു കൊടുക്ക്. സൂര്യ, എന്റെ വകയായിട്ട് 2 വീട്ടിലേക്കും കുറച്ച് സ്വീറ്റ്സ് വാങ്ങിക്കൊടുക്ക്. ദാറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ. എന്താ കബനി? വേണ്ട സാർ, അതൊക്കെ ബുദ്ധിമുട്ടല്ലേ? എന്ത് ബുദ്ധിമുട്ട്? നിങ്ങളുടെ വീട് പറഞ്ഞാൽ മതി, ഞാൻ അവിടെ ചെന്നിട്ട് നിങ്ങളെ വിളിക്കാം. അതെ, നീ മാത്രമല്ല ഞങ്ങളുടെ ബന്ധു, നിന്നെ പ്രസവിച്ച അമ്മയും ബന്ധുവാ. അപ്പൊ പറ, എവിടെയാ വീട്? അങ്ങനെ ഞങ്ങൾ ഇല്ലാത്തപ്പോ സാർ ഞങ്ങളുടെ വീട്ടിൽ പോവണ്ട. ഞങ്ങള് നാട്ടിലുള്ളപ്പോ വന്നാ മതി. ഞങ്ങക്ക് സ്വീകരിക്കണ്ടേ? അങ്ങനെ ഓക്കെ. പിന്നല്ലാതെ സാറിനെ കാണിച്ച് ഞങ്ങക്ക് ഞങ്ങളുടെ വീട്ടുകാരുടെ മുന്നിൽ ആളാവണ്ടേ? എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ മുത്തശ്ശി. ശരി ശരി മോളെ.